സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതിയും ദേവികയും സിദ്ധാർത്ഥനും നന്ദനും ഒറ്റക്കെട്ടായി നിന്ന് തന്നെ അരുന്ധതിയെ പൊട്ടത്തിയാക്കി വിടുന്നുണ്ട്. അരുന്ധതി കളിച്ച ഡ്രാമയിൽ ദേവിക അഭിനയിച്ച് തകർത്തു എന്ന് തന്നെ വേണം പറയാനായിട്ട്. സിദ്ധാർത്ഥൻ മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ അരുന്ധതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അരുന്ധതിയെ അപമാനിക്കുകയും അടിച്ചോടിക്കുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നീട് ആ രാധാമണിയെ അവിടെ നിന്നും അടിച്ചു പുറത്താക്കുന്നു. ഈ സമയം ദേവികയോട് സിദ്ധാർത്ഥനും പ്രഭാവതിയും പറയുന്നുണ്ട്, നിന്നെപ്പോലൊരു മകളെ കിട്ടിയത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണെന്നൊക്കെ. എന്തായാലും ദേവികയാണെങ്കിൽ അരുന്ധതിക്കെതിരെ അല്ലെങ്കിൽ ദുഷ്ടതയ്ക്കെതിരെ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ തീരുമാനിക്കുകയാണ്. അരുന്ധതിക്കാണെങ്കിൽ ദേവികയുടെ ആ ഒരു വെല്ലുവിളിയും ആ ഒരു തിരിച്ചടിയൊക്കെ തന്നെ താങ്ങാവുന്നതിലും അപ്പുറമാണ്. കാരണം പാല് കൊടുത്ത് കൂടെ നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതിയാണെങ്കിൽ ദേവികയെ വെല്ലുവിളിക്കുന്നുണ്ട്. മാത്രമല്ല പ്രഭാവതിയേക്കാൾ വലിയൊരു ശത്രുവാണ് നീയെന്നും എൻ്റെ മനസ്സിൽ എപ്പോഴും നിന്റെ മുഖം ഇനി ഉണ്ടാകുമെന്നൊക്കെ തന്നെ അരുന്ധതി പറയുന്നു. എന്തായാലും ദേവിക തന്റെ തീരുമാനം അരുന്ധതി അറിയിക്കുന്നുണ്ട്. സത്യത്തിനൊപ്പം മാത്രമേ താൻ നിൽക്കുകയുള്ളൂ എന്നും അനീതിക്കെതിരെ പോരാടുന്നൊക്കെ. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അരുന്ധതിയാണെങ്കിൽ നമ്മുടെ ഋഷിയെ അറിയിക്കുന്നുണ്ട്. ഋഷിയാണെങ്കിൽ കോപം കൊണ്ട് തുള്ളുകയാണ് ചെയ്യുന്നത്. കാരണം ദേവികയിൽ നിന്നും ഒരിക്കലും ഋഷിയാണെങ്കിൽ ആ ഒരു പ്രവൃത്തി പ്രതീക്ഷിച്ചില്ല. പിന്നീട് അരുന്ധതി പറയുകയാണ്, അവൾ ഇനി രാഷ്ട്രീയക്കാരിയാണ് അല്ലെങ്കിൽ MLA ആണ്, അവളെ അങ്ങനെയൊക്കെ ആക്കിയെടുത്തത് നമ്മളാണ്. അതിൻ്റെ ഒരു നന്ദി പോലും ഈ ദേവിക കാണിച്ചില്ല. അവളെ എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കളികളായിരിക്കണം ഇനി കളിക്കാൻ പോകേണ്ടത്. മാത്രമല്ല ആ രാധാമണി എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞു, ഞാനാണ് സിദ്ധാർത്ഥനെ കൊല്ലാനായിട്ട് ആളെ വിട്ടു എന്ന്. അതുകൊണ്ട് അവരെ സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി നടക്കാനായിട്ട് അനുവദിക്കരുത്. എന്തുകൊണ്ടും അവർ നമുക്കൊരു ഭീഷണിയാണ്. കാരണം നമുക്കെതിരെ പ്രഭയും അതുപോലെ സിദ്ധാർത്ഥനും ദേവികയൊക്കെ തന്നെ അവരെ തിരിച്ച് പ്രയോഗിക്കാൻ മതി എന്നൊക്കെ പറയണം. ഈ സമയം ഋഷി പറയുന്നുണ്ട്, അമ്മയോട് ഞാൻ അന്നേ പറഞ്ഞതാണ് ആ പ്രഭാവതിയെ വെറുതെ വിടരുതെന്നും അവരെ കൊന്നുകളയണമെന്നും. ഈ ദേവിക എന്ന് പറയുന്നവൾ സത്യങ്ങൾ അറിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്കൊപ്പം നിൽക്കുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു. കാരണം ദേവിക സത്യത്തിന്റെ ഭാഗത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ. പിന്നെ എൻ്റെ ലീഡ് ആത്മാവിന് ഇനി ശാന്തി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ എന്തായാലും അവരെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ നീ ഒന്നും എടുത്തു ചാടി ചെയ്യരുത്. ഇനിയിപ്പോൾ പ്രഭാവതിക്കെതിരെ കേസ് കൊടുത്ത് അകത്താക്കാനൊന്നും പറ്റില്ല. കാരണം കേസില്ല എന്നുള്ള കാര്യം ഞാൻ എഴുതി കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ നന്ദനാണെങ്കിൽ ദേവികയോട് പറയുന്നുണ്ട്, താൻ എന്തായാലും മിടുക്കിയാണ്, എന്തുകൊണ്ടും വളരെ ബുദ്ധിപൂർവ്വമാണ് ഈ ഒരു കാര്യം കൈകാര്യം ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ആ രാധാമണി ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഞാൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നന്ദു. നമ്മുടെ കുടുംബത്തിന് ഒരുപാട് ഭീഷണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കെയർഫുള്ളായി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അരുന്ധതി മേഡത്തോട് കുറച്ച് ഡൗട്ടൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക്. അപ്പം തന്നെ ഞാൻ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയണം. അങ്ങനെ നന്ദൻ ചോദിക്കുന്നുണ്ട്, ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയോ? ഈ രാഷ്ട്രീയവും ജീവിതമൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷമൊക്കെ വേണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. നന്ദു എന്താ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ദേവിക ചോദിക്കുമ്പോൾ അത് പിന്നെ നമ്മുടെ ജീവിതത്തിലേക്കും ഒരു വെളിച്ചമൊക്കെ വേണ്ടേ, ഒരു കുഞ്ഞൊക്കെ വേണ്ടെന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ദേവി പറയുന്നുണ്ട്, കുഞ്ഞൊക്കെ വേണം, പക്ഷെ അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണ് ഞാനിപ്പോൾ എൻ്റെ തലയിൽ എടുത്തു വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ തന്നെ കൊണ്ട് എല്ലാം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ തന്നെ ഈ ഒരു ജോലി ഈ ഒരു ജോലി ഏൽപ്പിച്ചത്. കാരണം രാഷ്ട്രീയത്തിൽ ക്ഷമ വേണമല്ലോ, അത് തനിക്ക് ഒരുപാടുണ്ട്. മാത്രമല്ല പാവപ്പെട്ടവർക്ക് വേണ്ടി താൻ പ്രവർത്തിക്കുമെന്നും അച്ഛന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എന്ന് കരുതിയിട്ട് നമ്മുടെ ജീവിതം ഇല്ലാതെയാക്കരുത്. നമുക്കൊരു കുഞ്ഞ് വേണം, നമുക്കൊരു പുതിയ ജീവിതം വേണം എന്നൊക്കെ പറയുകയാണ്. അച്ഛനെ പോലെ എപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാമെന്നൊന്നും നീ കരുതണ്ട, നീ എൻ്റെ കൂടി ദേവികയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നന്ദു ഇപ്പം എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവികയാണ് നന്ദനുമായിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ചങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നന്ദു ആണെങ്കിൽ അവളെ ഉമ്മ വയ്ക്കാനായിട്ടും കെട്ടിപ്പിടിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഈ സമയം ദേവി പറയുകയാണ്, നന്ദു വേണ്ട എന്നൊക്കെ. എന്തായാലും നന്ദനും ദേവികയും ആ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അതിഥിയെ കൊണ്ടുവരിക എന്നത്. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.